വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് തന്ന ഒരു ഉപദേശത്തിൻ്റെ വില ഇപ്പോഴാണ് പൊളിമിക്സിന് മനസ്സിലായത്. ആ ഉപദേശം ഒന്ന് ഓർത്തെടുത്താൽ എല്ലാവർക്കും മനസ്സിലാകും അതിൻ്റെ വില. നിങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. എനിക്ക് ചെയ്തതുപോലെയല്ല, നാടിന് പ്രയോജനം ഉണ്ടാകത്തക്ക വിധത്തിൽ. ഉമ്മൻചാണ്ടി സാറിന് ഇന്നത്തെ ഗതി വന്നത് മാധ്യമങ്ങൾ കൂടി സഹായിച്ചിട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഒരു ഗവൺമെന്റിനെ എങ്ങനെയാണ് മാധ്യമങ്ങൾ സഹായിച്ച് വെള്ളത്തിലാക്കുക എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പിണറായി വിജയൻ സാറിൻ്റെ തുടക്കം. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം പിണറായി രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെത്തി. അവിടെ വെച്ച് പതിവ് പോലെ ഒരു ചടങ്ങെന്ന വണ്ണം പത്രക്കാരെ കണ്ടു. പത്രക്കാരെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള മലയാള മാധ്യമങ്ങളെ എന്ന് മനസ്സിലാക്കണം. അവരെ കാണുക എന്നത് ഒരു ചടങ്ങാണല്ലോ. അത് നിർവഹിക്കാൻ അങ്ങ് കണ്ടു എന്ന് മാത്രം. നേരത്തെ നാളെ ഒരു മീറ്റ് ദ പ്രസ് ആകാമെന്ന് ഉള്ള മട്ടിൽ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്പം നമുക്ക് ധാരാളം സമയമുള്ളത് കൊണ്ട് നാളെ ഞായറാഴ്ച നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ആദ്യത്തെ ഒരു ചോദ്യം. വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ആ മാധ്യമ സമ്മേളനത്തിൽ സന്ദർശന വിവരങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞ ശേഷം മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളിലേക്ക് കടന്നു. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ഉന്നയിച്ചു. ഇംഗ്ലീഷിലായിരുന്നു ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പുതിയ ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ്റുമായി സഹകരിച്ചു പോകുമോ എന്ന്. പിണറായി വിജയൻ അതിന് മറുപടിയും കൊടുത്തു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ ചോദ്യകർത്താവ് പിന്നെയും ഇടപെട്ടു. മറുപടി ഇംഗ്ലീഷിലാക്കണം എന്നൊരു അഭ്യർത്ഥനയോടെയായിരുന്നു ഇടപെടൽ. അത് ചിരിച്ചൊഴിവാക്കി പിണറായി മലയാളത്തിൽ തന്നെ തുടർന്നു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. ഒരു വസ്തുത നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്, അത് കേരളം കാണേണ്ടതായിട്ടുണ്ട്. അതായത് മുല്ലപ്പെരിയാർ ഡാം വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച കമ്മീഷനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കടക്കാൻ. എന്നാൽ അതിൻ്റെ മറവിൽ ഈ നിലവിലുള്ള ജലനിരപ്പിൻ്റെ പരിധി വർദ്ധിപ്പിക്കുക എന്നത് ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ടടക്കം ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ചയിലൂടെ ആ പ്രശ്നങ്ങളിലൊക്കെ ഒരു നിലപാടും പരിഹാരവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 കാര്യങ്ങളാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒന്ന്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബലക്ഷയമുണ്ട് എന്ന പ്രചാരണത്തെ അസാധുവാക്കുന്നതാണ് വിദഗ്ധ സമിതിയുടെയും പരിശോധനകളുടെയും റിപ്പോർട്ടുകൾ. ആ റിപ്പോർട്ടുകൾ കേരളം കണ്ടില്ലെന്ന് നടിക്കരുത്. കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. 2, അതിൻ്റെ മറവിൽ ജലവിധാനം ഉയർത്തുന്നത് ആശാസ്യമല്ല, അത് അംഗീകരിക്കാനാവില്ല. 3, ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്ന്. ഇത്രയും മുഖ്യമന്ത്രി പറഞ്ഞതിനു ശേഷമാണ് പ്രതിപക്ഷത്തിന് പുതിയ നേതാവിനെ കിട്ടുന്നത്. അതോടുകൂടി അദ്ദേഹം ആ വെള്ളത്തിലേക്ക് അങ്ങ് എടുത്തു ചാടി. ഈ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്ത നടപടി തികച്ചും നിരുത്തരവാദപരമായ നടപടിയാണ്. കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ കേരള മുഖ്യമന്ത്രി ഇങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ പാടില്ലായിരുന്നു. അതായത് ആ ഡാമിന് തകരാറുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഈ ഡാമിനെ ബലപ്പെടുത്തുന്നതിനുള്ള ഒരു നടപടി സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ഡാം വേണ്ടത്ര ബലപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് അത് പരിശോധിച്ച വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ബലമില്ല എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. അപ്പോൾ വളരെ ഗൗരവതരമായ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവതരമായ ഒരു വിഷയത്തിൽ ഇത്തരമൊരു നിലപാട് മാറ്റം വളരെയധികം ആശങ്കാജനകം തന്നെയാണ്.
നമ്മുടെ ആശങ്കയാണ് ഇത്രയും കാലം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടന്നു. ആ വിദഗ്ധരുടെ പരിശോധന നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ആ പരിശോധനയുടെ ഫലം വെച്ചുകൊണ്ട് വേണം ആ പ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കാൻ. പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നുള്ളതാണ്. അല്ലാണ്ടൊരു മാറ്റവും ഈ കാര്യത്തിലൊന്നും ഉണ്ടായില്ല. LDFന് 91 സീറ്റ് കിട്ടിയതിന്റെ പേരിൽ മുല്ലപ്പെരിയാർ ഡാമിന് ബലമുണ്ടായി എന്നുള്ള പുതിയ കണ്ടുപിടുത്തം വളരെ വിചിത്രമായ ഒന്നാണ്. കേരളം ഇപ്പോൾ ഒരു മാറ്റവും വരുന്നില്ല. ഇതിൽ കാണേണ്ടത് ഇങ്ങനെയൊരു പരിശോധനാ റിപ്പോർട്ട് അവിടെ കിടക്കുന്നുണ്ട്. പലവട്ടം നമ്മൾ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനവും ഒരു ഘട്ടത്തിലും കിട്ടിയിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് വികാരം വല്ലാതെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് പ്രത്യേക ഗുണമൊന്നും കിട്ടാനില്ല. അത് മുഖ്യമന്ത്രി ആ നിലപാട് തിരുത്തുകയാണ് വേണ്ടത്. കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക തന്നെയാണ്. നമുക്ക് വേണ്ടത് നാടിൻ്റെ സമാധാനപരമായ ജീവിതമാണ്. അതിൽ മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാക്കി അനാവശ്യ വിവാദങ്ങൾക്കിടയാക്കേണ്ടതായിട്ടില്ല. അത് ഉഭയകക്ഷി ചർച്ചയിലൂടെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നാണ് നോക്കേണ്ടത്. സംഘർഷങ്ങൾ സൃഷ്ടിച്ച് പരിഹരിക്കാവുന്ന ഒന്നല്ല ആ പ്രശ്നം. അല്ല, സംഘർഷം വേണമെന്ന് നമ്മളും പറയുന്നില്ല. തമിഴ്നാടുമായിട്ട് ഒരു മിനിറ്റ്, തമിഴ്നാടുമായി ഒരു സംഘർഷത്തിനും പോകേണ്ട ആവശ്യമില്ല. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ ജലം കൊടുക്കുന്നതിൽ ആരും എതിരല്ല. 5 ജില്ലകൾക്ക് ആവശ്യമായ ജലം മുല്ലപ്പെരിയാറിന് കൊടുക്കുന്നത് നമ്മൾ അനുകൂലമാണ്. തമിഴ് സഹോദരന്മാർ നമ്മുടെ സഹോദരന്മാരാണ്. അവരുമായിട്ട് മെച്ചപ്പെട്ട ബന്ധം നിലനിർത്തണമെന്നുള്ളതാണ്. പക്ഷേ ഇതപര്യന്തം കേരളം എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഏകപക്ഷീയമായി അതിൽ നിന്ന് മാറി മറ്റൊരു നിലപാട് എടുക്കുന്നത് ആശങ്കാജനകം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇതൊരു സംഘർഷ പ്രശ്നമായിട്ടല്ല അതാണ് എൻ്റെ പോയിന്റ്. ഇതൊരു സംഘർഷ പ്രശ്നമായിട്ട് ഉയർത്തുകയല്ല വേണ്ടത്. ഇത് നമുക്ക് പരിഹാരം കാണുകയാണ് വേണ്ടത്. ആ പരിഹാരം കാണുന്നതിന് തൊട്ടടുത്ത സംസ്ഥാനമെന്ന നിലക്ക് തമിഴ്നാടുമായിട്ട് ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം. ഇതാണ് എൻ്റെ പോയിന്റ്. ഡാമിന് ഇപ്പോഴും ബലക്ഷയമുണ്ട് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. നിരവധി സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഇതിൻ്റെ ഒരു പരിശോധനാ സംവിധാനം വന്നത്. ആ പരിശോധനാ സംവിധാനത്തിലൂടെ ഒരു കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇനി അതിനെക്കുറിച്ച് വേറെ പരിശോധന നടക്കണമല്ലോ. ഒരു പരിശോധനാ ഫലം വന്നതിന് ശേഷം അതിനെക്കുറിച്ച് നമ്മുടെ നിലപാട് എന്ത് എന്നത് വേറെ പരിശോധനയിലൂടെ വ്യക്തമാക്കണമല്ലോ. അതല്ലേ വേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലും പുതിയ ഡാം പണിയുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് വരണമെങ്കിൽ ഈ അണക്കെട്ട് എന്ത് ചെയ്യും? ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തും ഇതേ നിലപാടായിരുന്നു. മുഖ്യമന്ത്രിയായി 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ നിലപാടിന്റെ മാറ്റത്തിന്റെ കാര്യം എന്താണ്? സുപ്രീം കോടതിയുടെ ഭാഗമായിട്ടൊരു കമ്മിറ്റിയുടെ പരിശോധന വന്നല്ലോ. ആ പരിശോധനയുടെ ഫലം വന്നല്ലോ. ആ ഫലം ഇപ്പം നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഇനി വീണ്ടും പരിശോധിക്കണമെങ്കിൽ അതിന് വേറെ സംവിധാനം ഒരുക്കണം. ഇതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി അടക്കം നിൽക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയിലേക്ക് നമ്മൾ കടന്നുകൊണ്ട് മാത്രമേ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ. അല്ല, അതിനെപ്പറ്റി അത് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് കേരള നിയമസഭയെ കൂടി വിശ്വാസത്തിലെടുത്ത് കേരള പ്രതിപക്ഷത്തെയും വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെയും വിശ്വാസത്തിലൊക്കെ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ ഇതിൻ്റെ കാര്യം എന്താണ്? എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞതൊന്ന് നിങ്ങളെ ചോദ്യം വേറുന്നു. അതാണ്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നത് മാത്രമാണല്ലോ പണി. ഭരണപക്ഷത്തായിരിക്കുമ്പോൾ പരിഹാരം കണ്ടെത്തുക എന്നതാണ് പണി. രണ്ടാമത്തതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാവുന്നത് കൊണ്ടായിരിക്കണം ഉമ്മൻചാണ്ടി ഇപ്പോഴൊന്നും മിണ്ടാത്തത്. ഞാൻ 5 വർഷത്തെ അനുഭവങ്ങളും ഉണ്ട്. അനുഭവമാണല്ലോ ഗുരു. പക്ഷേ രാഷ്ട്രീയ ഗുരുക്കന്മാരെ ഈ പൊളിമിക്സ് എന്നും പ്രതിപക്ഷത്തായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കായിക രംഗത്ത് വന്ന മാറ്റം കാണാം. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ കായിക രംഗത്തും അതുണ്ടാവും എന്ന് പൊളിമിക്സ് കരുതിയതല്ല. എങ്ങനെ ഉണ്ടാവാതിരിക്കും? കായിക മന്ത്രി ആരാണ് എന്നറിയില്ലേ? കായിക മേഖലയിൽ ചിലരെല്ലാം വളരെ കാലമായിട്ട് ഇതിൻ്റെ ആധിപത്യം സ്ഥാപിച്ച് പിടിച്ചു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് കായിക മേഖലയെ ശക്തിപ്പെടുത്താനുള്ള നടപടിയുടെ ഭാഗമായിട്ടല്ല,
പലരും പ്രമാണിത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കായിക മേഖല ഉപയോഗിക്കുകയാണ്. കായിക മേഖലയിലെ കായിക താരങ്ങളുടെ വളർച്ചയ്ക്കും കായിക വളർച്ചയ്ക്കും ഉപയോഗിക്കേണ്ടതാണ്. ആ ലക്ഷ്യത്തോടുകൂടി കായിക രംഗത്തെ വിപുലീകരിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, അതിനു വേണ്ടിയുള്ള നടപടികളെല്ലാം നല്ല നിലയിൽ തന്നെ കൈകാര്യം ചെയ്തു വരും. അപ്പോൾ അതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് കൊള്ളേണ്ടിടത്തു തന്നെ കൊണ്ടു. വളരെ കാലമായി ഈ രംഗത്ത് ആധിപത്യം ഉറപ്പിച്ചിരുന്ന ചില പ്രമാണിമാർ തിരുവനന്തപുരത്ത് പാഞ്ഞെത്തി. വന്നതും കണ്ടതും കീഴടങ്ങിയതും എന്തിനാണ് എന്നല്ലേ? പറയൂ, മുഖ്യമന്ത്രി പറയൂ. ബഹുമാന്യരായ സച്ചിൻ ടെണ്ടുൽക്കർ, ചിരഞ്ജീവി, നാഗാർജുന, പിന്നെയുള്ളവർ അരവിന്ദ്, പ്രസാദ്, ഇത്രയും ആളുകളുമായി ഇവരെല്ലാമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ പ്രധാനികൾ. ഇവരെല്ലാം കൂടിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. സച്ചിൻ നേരത്തെ അതിലുണ്ട്, എന്നാൽ മറ്റുള്ളവരെല്ലാം ഇപ്പോൾ അതിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഫുട്ബോൾ വികസനത്തിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിലെ ഫുട്ബോൾ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് ഇവർ രൂപം നൽകിയിട്ടുള്ളത്. എന്തു പദ്ധതിക്ക് രൂപം കൊടുത്താലും ശരി, രാഷ്ട്രീയ താരങ്ങളെ പുറത്തു നിർത്തിക്കൊണ്ടുള്ള ഒരു കളിയും കേരളത്തിൽ നടക്കില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രായമായവർക്കെല്ലാം കളിയായിരിക്കാം. രാഷ്ട്രീയവും പന്തുകളിയുമെല്ലാം ഒരേ സ്പിരിറ്റോടെ എടുക്കാൻ അവർക്ക് കഴിയുമായിരിക്കാം. എന്നാൽ കുട്ടികൾ അങ്ങനെയല്ല. അവർക്കെല്ലാം കാര്യമാണ്. വലുതായാൽ എന്താകണം എന്നതിനെ സംബന്ധിച്ച് ചെറുപ്പത്തിലേ അവരൊരു ധാരണയുണ്ടാക്കി വെച്ചിരിക്കും. ഈ കൊച്ചുമിടുക്കി പറഞ്ഞത് അവൾക്ക് പോലീസ് ആകണം എന്നാണ്. പോലീസായാൽ കണ്ടില്ലേ, ADGP സന്ധ്യയെ പോലെയാകാം. പഠിത്തത്തിൽ മാത്രമല്ല പണിയിലും മിടുക്കുള്ളത് കൊണ്ടാണല്ലോ ഒരു പുതിയ ഗവൺമെന്റ് വന്നയുടൻ മന്ത്രിസഭയിലേക്ക് വിളിച്ചു വരുത്തി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിന്റെ അന്വേഷണം അവരെ ഏൽപ്പിച്ചത്. DGPയോട്ട് ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. നിങ്ങൾക്കറിയുന്നത്ര എനിക്കും അറിയുള്ളൂ. DGP പറയുന്ന അനുസരിച്ചിട്ട് വേണം നോക്കാൻ. അല്ല, ഇപ്പം എന്തെങ്കിലും പറയാനായിട്ട് സാധ്യമല്ല. സാധാരണഗതി ഞാൻ ചെയ്യാറുള്ള പോലെ ഒരു താല്പര്യമുള്ള ഒരു ടീമിനെ എടുത്ത് അന്വേഷിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായിരിക്കും DGയോട് റിക്വസ്റ്റ് ചെയ്തത്. അല്ല, അതിപ്പോഴേ പറയാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കും. ഇനിയൊരു മിടുക്കൻ കൂടിയുണ്ട്, സ്വപ്നത്തിൽ യൂണിഫോം ഇട്ട് കാത്തിരിക്കുന്നു. പോലീസ്. ഇപ്പോഴേ ഈ ലക്ഷ്യത്തിലേക്ക് കുതിച്ചാൽ വലുതാകുമ്പോൾ ഇങ്ങനെ നട്ടല്ലു നിവർന്നു നിന്ന് ന്യായം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് ഇവിടുത്തെ പബ്ലിക്കിന്, കാരണം ഐ ഹാവ് ബീൻ ഇൻ ദിസ് സ്റ്റേറ്റ് ബോൺ ആൻഡ് ബോട്ടപ്പ്. നമ്മൾ കുറച്ച് സമയം പുറത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഈ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആസ് ആൻ ഓഫീസർ
ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഒന്ന് ഞാനിന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഒരു ആളെയും അനാവശ്യമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല. ഒരു പാഡിംഗ് അപ്പും ഒരു സ്ഥലത്തും നടത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. സാമാന്യം വളരെ എന്താ പറയുന്നത്, എൻ്റെ അറിവ് വെച്ച് കിട്ടുന്ന ബെസ്റ്റ് പോളിസി ഡിസിഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. സോ ദർ ഈസ് നത്തിങ് ദാറ്റ് എന്താണ് മോർ ഐ ക്യാൻ ഡു അബൌട്ട് ദോസ് തിങ്സ്. വേറൊരു മിടുക്കിയുണ്ട്, അവരുടെ ലക്ഷ്യം വേറെയാണ്. ടീച്ചറായാൽ എപ്പോഴും ടീച്ചറായി തന്നെ ഇരിക്കണമെന്നില്ല, മന്ത്രി വരെയാകാം, ശൈലജ ടീച്ചറെ പോലെ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ടായത്, കേന്ദ്ര ഗവൺമെൻറ് ഒരു കേന്ദ്ര തലത്തിലുള്ള നീറ്റ് എന്ന പേരിൽ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയും നീറ്റിൻ്റെ ഭാഗമായിട്ട് ഈ പ്രവേശന പരീക്ഷകൾ വരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. കണ്ടില്ലേ, പഠിപ്പിക്കുക മാത്രമല്ല പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലും മന്ത്രി ടീച്ചറാണ്. എന്നാലേ ഇവരെയൊക്കെ വെല്ലുന്നൊരു മിടുക്കനുണ്ട്, മിടുമിടുക്കൻ. അവൻ്റെ സ്വപ്നം കേട്ടോളൂ. പോലീസ്, ടീച്ചർ, കള്ളൻ, കള്ളൻ. ഈ മിടുമിടുക്കൻ്റെ സ്വപ്നത്തിന് അതിരുകളില്ല എന്നതാണ് സത്യം. വലുതായാൽ ഇവൻ ആരുമാകാം, രാഷ്ട്രീയ നേതാവ്, MLA, മന്ത്രി, MP ആരുമാകാം. മോട്ടിക്കുന്നവരാണേലും ഞാൻ ബഹുമാനക്കുറവൊന്നും കാണിക്കുന്നില്ല. പിന്നെ മോട്ടിച്ചെന്നുള്ളത് പറയും. അല്ല, ബാബു എൻ്റെ വീട്ടിൽ പെറ്റി കേസ് പോലും എടുത്തിട്ടില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പെറ്റി കേസ് എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പെറ്റി കേസ് എടുക്കുന്നത്? ആട് ആൻ്റണിയുടെ പേര് നേരത്തെ കേസ് ഏതെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷേ അവസാനം പിടിച്ചപ്പോഴാണ് 600 കേസുണ്ടെന്ന് വിവരം പറഞ്ഞു. വെറുമൊരു മോഷ്ടാവായ രാഷ്ട്രീയ നേതാവിനെ കള്ളനെന്ന് വിളിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ തകർന്ന സോഷ്യലിസ്റ്റുകളെ കാണാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ പരാജയമാണല്ലോ ജനതാദൾ U എന്ന പാർട്ടി. അതൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് എന്നാണ് വെപ്പ്. സോഷ്യലിസ്റ്റുകാരുടെ ഒരു ഗുണം, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ശരി അവർ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ തോൽക്കില്ല എന്നതാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് പരാജയപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും വിവിധ പരാജയം ഏറ്റുവാങ്ങി ഘടകകക്ഷികൾക്കും വലിയ പരാജയമാണ് സംഭവിക്കുന്നത്. അത് മനസ്സിലായി സഖാവേ, അങ്ങ് വിലയിരുത്തൂ, അതിനാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. സംഘപരിവാർ, പ്രത്യേകിച്ച് മോദിയും അമിത്ഷായും ഉയർത്തിയ വെല്ലുവിളികൾ, അതുണ്ടാക്കിയ പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക അടിയൊഴുക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിയൊഴുക്ക് അഥവാ അന്തർധാര അത് ശക്തമാണ്. പക്ഷേ അതൊന്ന് താത്വികമായി അവലോകനം ചെയ്യൂ. മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ, നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അടക്കം പ്രധാന പാർട്ടികളടക്കം പാർട്ടി പറയുന്ന സ്ഥലത്ത് അവരുടെ അണികൾ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ല. രാമന്റെ ദുഃഖം വീരന്റെ ദുഃഖമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സംഘപരിവാറിനെ പേടിച്ച് നാട്ടുകാർ വീരന്റെ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു. ചില ജില്ലാ കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളുടെ വോട്ടുകൾ തന്നെ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്, വയനാട് ജില്ലയിലുണ്ടായിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയിലുണ്ടായിട്ടുണ്ട്.
ഇതുതന്നെയല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് തോറ്റപ്പോൾ അങ്ങ് പറഞ്ഞതും? അന്ന് മുന്നണി ഒരു കമ്മീഷനെയും വെച്ചു തന്നു. പാലക്കാട്ടിൽ നടന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ഉണ്ടായ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം, ഞാനായിരുന്നു സ്ഥാനാർത്ഥി. അതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ UDF ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പണ്ട് കഴിഞ്ഞതും പടയിൽ ചത്തതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴെങ്ങനെ തോറ്റു അത് പറ. ഐക്യജനാധിപത്യ മുന്നണി ഇത്രയും കനത്തതായ ഒരു തോൽവി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചു. പ്രതീക്ഷക്കും അപ്പുറമാണ് സംഭവങ്ങളുണ്ടായത്. അങ്ങനെ പറയരുത് സഖാവേ, ദൈവദോഷം പറയരുത്. UDFൽ നിന്നാൽ സമ്പൂർണമായി തോൽക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് 12 ജില്ലാ കമ്മിറ്റികളും ഒരേപോലെ മുന്നറിയിപ്പ് തന്നതല്ലേ? 12 ജില്ലാ കൗൺസിലുകൾ ഐകകണ്ഠേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി UDF വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് തീരുമാനമെടുത്ത് പോകാൻ വേണ്ടി പ്രസിഡന്റിന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ ആ തീരുമാനങ്ങൾ എടുത്തത്. ആ തീരുമാനങ്ങളെല്ലാം ഒരു സംസ്ഥാന ഭാരവാഹി 5, 6, 7 പേരുള്ള ഒരു സംസ്ഥാന ഭാരവാഹി യോഗം ചേർന്നിട്ട് ആ 12 ജില്ലാ കൗൺസിലുകളെയും ഐക്യകണ്ഠേന എടുത്ത തീരുമാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് UDFൽ തന്നെ തുടരാൻ തീരുമാനിച്ച അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ പാർട്ടിക്കാർ പറഞ്ഞു തന്നിട്ടും അതനുസരിക്കാതെ UDFൽ തന്നെ നിന്നതുകൊണ്ടല്ലേ സമ്പൂർണമായി പരാജയപ്പെട്ടത്? LDFൽ നിന്ന ജനതാദൾ എസിനെ ഇപ്പോൾ 3 MLAമാരെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടതുപക്ഷ മുന്നണി പ്രതീക്ഷിക്കാത്തതിന് കവിഞ്ഞ ഭൂരിപക്ഷമാണ് അവർക്ക് തന്നെ കിട്ടിയതായി അവർ വിലയിരുത്തിയിട്ടുണ്ടാവുക. അല്ലല്ല, അങ്ങനെയല്ല. 100 സീറ്റ് കിട്ടുമെന്നാണ് കോടിയേരി പറഞ്ഞത്, 3 അക്കം തികക്കുമെന്നാണ് VS പറഞ്ഞത്, 100-ലേറെ കിട്ടുമെന്നാണ് പിണറായി പറഞ്ഞത്. അവർ പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ല എന്നതാണ് സത്യം. അതൊക്കെ പോട്ടെ, അങ്ങ് പ്രതീക്ഷിച്ചതുപോലും കിട്ടിയില്ലല്ലോ, അത് പറ. പക്ഷേ ഈ 2 മുന്നണികളിൽ ആര് ഭരിക്കണം തീരുമാനിക്കുന്ന 5%. ആ 5%ലേക്ക് 4% ആളുകൾ മാറിയിട്ടുണ്ട്. അതിന്റെ പരാജയമാണ് ഐക്യജനാധിപത്യം ഉണ്ടായത്. ഈ 5% എന്നും വിലയിരുത്താൻ ആർക്കും സാധിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇത്രയും വ്യാപകമായി ഒരു മാറ്റം വന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ കെൽപ്പോടുകൂടി നേരിടുന്നത് ഇടതുപക്ഷമാണ് എന്ന് ന്യൂനപക്ഷങ്ങൾക്ക് വലിയൊരു വിഭാഗത്തിന് തോന്നി. രണ്ടാമത് BJPയുടെ വോട്ട് വർദ്ധിച്ചു. 18 ലക്ഷം വോട്ട് കിട്ടി. 18 ലക്ഷം വോട്ട് അവർ കൂടുതൽ കിട്ടി. ആ വോട്ട് എവിടുന്നാണ് പോയിട്ടുണ്ടാവുക? സോഷ്യലിസ്റ്റുകൾ അവരുടെ കൺഫ്യൂഷനിൽ നിന്ന് മുക്തമാവുന്ന ദിവസം എന്നാൽ അതൊരു കറുത്ത ദിവസമായിരിക്കും എന്ന് ഡോക്ടർ ലോഹ്യ പറഞ്ഞ കാര്യം വീരേന്ദ്രൻ സഖാവിനെ സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ നിർത്തുന്നു. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.